സണ്ണിക്കുട്ടിയും മോളമ്മയും അനേക നാളായിട്ട് കുവൈറ്റിലാണ് ജോലി. സണ്ണിക്കുട്ടി അവിടെ ഒരു മാർക്കറ്റിംഗ് കമ്പനിയിലാണ് ജോലി. മോളമ്മയ്ക്ക് അടുത്തുള്ള ഹോസ്പിറ്റലിൽ തന്നെയാണ് നേഴ്സായിട്ടാണ് ജോലി. ഇവർ അവിടെ ആയിട്ട് കുറച്ച് വർഷങ്ങളായി. അപ്പോൾ അവിടെ സണ്ണിക്കുട്ടി ജോലി ചെയ്യുന്ന കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മോളമ്മയെ കാണുന്നത്. മോളമ്മയെ കണ്ട മാത്രമേ തന്നെ സണ്ണിക്കുട്ടിക്ക് മോളമ്മയോടൊരു ഒരു പ്രത്യേക താല്പര്യം തോന്നി. അങ്ങനെ ഇവർ തമ്മിൽ ദിവസവും കാണുമായിരുന്നു. അങ്ങനെ കണ്ട് ആ കാഴ്ച ഒരു ഇഷ്ടമായിട്ട് മാറി. ഒടുവിൽ അവർ തീരുമാനമെടുത്തു, നമുക്ക് വിവാഹം കഴിച്ച് ഒന്നിച്ച് ജീവിക്കാമെന്ന്. അങ്ങനെ അതിന് മോളമ്മയും സമ്മതിച്ചു. അങ്ങനെ വീട്ടുകാരോട് ആലോചിച്ച് അവർ വിവാഹത്തിന് സമ്മതിച്ച് രണ്ട് വീട്ടുകാരും ഒരുങ്ങി അതിന് വന്ന വിവരങ്ങൾ സംസാരിച്ച് അവർ വിവാഹം നടത്താൻ തീരുമാനിച്ചു. അങ്ങനെ സണ്ണിക്കുട്ടിയും മോളമ്മയും നാട്ടിൽ വന്ന് അവർ വിവാഹം കഴിഞ്ഞ് അവർ മടങ്ങിപ്പോയി. പിന്നെ വർഷങ്ങൾ ഇങ്ങനെ ചിലത് കഴിഞ്ഞു. അവർക്ക് 2 കുട്ടികളും ഉണ്ടായി. അങ്ങനെ കുട്ടികളും ഉണ്ടായി. കുട്ടികളുമൊത്ത് അവിടെ കുവൈറ്റിൽ തന്നെയാണ് ഇവരെ ജോലി സംബന്ധമായിട്ട് അവിടെ തന്നെയാണ് ഇവരെ കഴിഞ്ഞു കൂടുന്നത്. അപ്പോൾ സണ്ണിക്കുട്ടിയും മോളമ്മയും തീരുമാനിച്ചു, നാട്ടിൽ തങ്ങൾക്ക് ഒരു വീടില്ലല്ലോ, അപ്പോൾ ആ ഒരു വീട് നാട്ടിൽ വയ്ക്കണമെന്ന് അവരെ ഇങ്ങനെ പ്ലാൻ ചെയ്തു. അങ്ങനെ പ്ലാൻ ചെയ്ത് ആ വീട് വയ്ക്കണമെങ്കിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെയും ചെയ്യണമെങ്കിൽ സണ്ണിക്കുട്ടിയുടെ വീട്ടിൽ അപ്പനും അമ്മയും നേരത്തെ മരിച്ചു പോയിരുന്നു. അപ്പോൾ ആരെ കൊണ്ടാണ് ഒരു ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും വേണ്ടായോ? ഒടുവിൽ തീരുമാനിച്ച് മോളമ്മയുടെ അപ്പച്ചനെ കൊണ്ട് തന്നെ ആ കാര്യങ്ങളൊക്കെ ചെയ്യിക്കുവാൻ വേണ്ടി അവർ തീരുമാനിച്ചു. അങ്ങനെ മോളമ്മയുടെ അപ്പച്ചനെ വിളിച്ച് പറഞ്ഞിട്ട് വീടിൻ്റെ കാര്യങ്ങളൊക്കെ തീരുമാനിച്ചു. തന്നെ വീട് വയ്ക്കണമെങ്കിൽ സ്ഥലവും വേണം, വഴി ഇറമ്പിൽ ഒരു 15 സെൻറ്റ് സ്ഥലവും വേണം. പിന്നെ അപ്പച്ചനത് പോയി കണ്ടു, സ്ഥലം കണ്ടു. സണ്ണിക്കുട്ടിയെയും മോളമ്മയും വിളിച്ച് പറഞ്ഞു. സ്ഥലത്തിൻ്റെ വിവരങ്ങളൊക്കെ പറഞ്ഞപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി ഇന്ന സ്ഥലമാണെന്ന്. അപ്പോൾ അതിനുള്ള തീരുമാനങ്ങളെ ഉണ്ടായി. അവിടെ ആ സ്ഥലം വാങ്ങിക്കാൻ വേണ്ടിയുള്ള പണം അവർ അയച്ചു കൊടുത്തു. അങ്ങനെ മോളമ്മയുടെ അപ്പച്ചന് ആ സ്ഥലം വാങ്ങിച്ചു, 15 സെൻറ്റ് സ്ഥലവും വാങ്ങിച്ചു. അതിനകത്ത് വീട് വയ്ക്കുവാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെയും ബാക്കി ഉള്ള കാര്യങ്ങളൊക്കെയും ചെയ്യാൻ വേണ്ടിയുള്ള ഒരുക്കങ്ങളാണ്. അപ്പോൾ സണ്ണിക്കുട്ടിയുടെയും മോളമ്മയുടെയും വിളിച്ച് പറഞ്ഞു, നമുക്ക് അടുത്ത മാസം വീടിൻ്റെ പണി തുടങ്ങാം. അപ്പോൾ സണ്ണിക്കുട്ടി മോളമ്മയും കൂടി അവിടുന്ന് ഒരു പ്ലാൻ ഇങ്ങോട്ട് അയച്ചു കൊടുത്തു. ആ പ്ലാൻ കൂടെ ഒരു 2 നില ഒരു വീട് വയ്ക്കണം. തങ്ങൾക്ക് നാട്ടിൽ നിറങ്ങളുടെ ജോലിയൊക്കെ കഴിഞ്ഞ് ആ നാട്ടിൽ മടങ്ങി വരുമ്പോൾ തങ്ങൾക്ക് ആ വീട്ടിൽ സുഖമായിട്ട് താമസിക്കാമല്ലോ എന്നുള്ള ആഗ്രഹത്തിൻ്റെ പേരിൽ അങ്ങനെ അപ്പച്ചനോട് പറഞ്ഞു, അപ്പച്ച ആ 2 നില വീടാണ് ഞങ്ങൾ പ്ലാൻ തരുന്നത്. ആ രീതിയിൽ കൂടി അതിൻ്റെ കോൺട്രാക്ടറെ കണ്ട് അതിൻ്റെ പണി ചെയ്യിച്ചു. ഞങ്ങൾ അടുത്ത വർഷം ഞങ്ങൾ വരുമ്പോഴത്തേന് വീടിൻ്റെ പണി തീർന്നിരിക്കണം. വീടിൻ്റെ പണി തീർന്നു കഴിഞ്ഞാൽ ഞങ്ങൾ വന്ന് അതിൻ്റെ പാലുകാച്ചുകളും കാര്യങ്ങളൊക്കെ നടത്തി അവിടെ ഒരു മാസം താമസിച്ചിട്ട് ഞങ്ങൾ മടങ്ങിപ്പോരണം എന്ന വിവരങ്ങളൊക്കെയും പറഞ്ഞ് അങ്ങനെ ഒരു തീരുമാനത്തിൽ എല്ലാവരും എത്തി. അപ്പച്ചനെ ആ കോൺട്രാക്ടറെ കണ്ട വീടിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ച് വീട് പണിയുവാൻ വേണ്ടി ഉള്ള കാര്യങ്ങളൊക്കെയും അവിടെ ചർച്ച ചെയ്തു. അതിന് ഇത്ര ലക്ഷം രൂപയാകുമെന്ന് പറഞ്ഞു. അപ്പച്ചൻ അത് സണ്ണിക്കുട്ടിയെയും മോളമ്മയോടെയും അറിയിച്ചും പറഞ്ഞു, പൈസയ്ക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല അപ്പച്ച, വീട് നല്ല ഭംഗിയായിരിക്കണം, നല്ല വീടായിരിക്കണം, അതേ ഉള്ളൂ ഞങ്ങൾക്ക് ആഗ്രഹം. ഞങ്ങളുടെ മനസ്സിൽ ആഗ്രഹിക്കുന്ന രീതിയിലുള്ളൊരു വീടിൻ്റെ പ്ലാനാണ് ഞങ്ങൾ അയച്ചു തന്നത്. അപ്പോൾ ആ പ്ലാൻ പ്രകാരം അങ്ങ് പണിതാൽ മതി, നല്ല വീടായിരിക്കണം. കാരണം ഞങ്ങൾക്ക് ഒരു മാസമെങ്കിലും വീട്ടിൽ വന്നിട്ട് താമസിച്ച് ആ വീട് പണിത് ആ വീട്ടിൽ വന്ന് താമസിച്ചിട്ട് ഞങ്ങൾക്ക് മടങ്ങിപ്പോരണം. പിന്നെ അനേകം നാളുടെ കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ജോലിയൊക്കെ കഴിഞ്ഞ് മക്കളൊക്കെ പ്രായമായി കഴിഞ്ഞ് മക്കൾക്ക് ഇവിടെ ജോലി ആയി കഴിഞ്ഞ ശേഷമേ ഞങ്ങൾ 2 കൂടെ നാട്ടിലേക്ക് മടങ്ങി വരത്തുള്ളൂ താമസിക്കാൻ വേണ്ടി. അതുവരെ അപ്പച്ചനും അമ്മച്ചിയും ആ വീട്ടിൽ താമസിക്കുക. അങ്ങനെയുള്ള തീരുമാനത്തിലൊക്കെ എത്തി. അങ്ങനെ വീടിൻ്റെ പണി ആരംഭിച്ചു. ആ സണ്ണിക്കുട്ടിയും മോളമ്മയുടെ ആഗ്രഹം പോലെ നല്ല രീതിയിൽ ഒരു വീട് പണി ആരംഭിച്ചു. വീട് പണിത് 2 പകുതിയൊക്കെയായി. ഓരോ ദിവസവും വിവരങ്ങൾ അങ്ങോട്ടേക്കും ചോദിക്കുകയും പറയുകയും ചെയ്തുകൊണ്ടേയിരുന്നു. അങ്ങനെ വീടിൻ്റെ പണി ഏറെക്കുറെ പൂർത്തീകരിക്കുവാൻ സമയമായി. അങ്ങനെ വീടിൻ്റെ പണികളെല്ലാം പൂർത്തീകരിച്ചു കഴിഞ്ഞപ്പോൾ സണ്ണിക്കുട്ടിയെ വിവരം അറിയിച്ച് പറഞ്ഞു, ഞങ്ങൾ അടുത്ത ആഴ്ച. അപ്പോൾ ഇതിനൊരു കാര്യം അവിടെ കയറി താമസത്തിനുള്ള കാര്യങ്ങളൊക്കെ അവിടെ ക്രമീകരിച്ചു. എല്ലാവരെയും വിളിച്ചു. പാല് കാച്ചൽ കർമ്മം നടത്താൻ വേണ്ടി പള്ളിയിൽ അച്ഛനോടെയും പറയണം. അങ്ങനെ എല്ലാ കാര്യങ്ങളും തീരുമാനിച്ച് ഞങ്ങൾ അടുത്ത വ്യാഴാഴ്ച, അത് ഒരാഴ്ചയുണ്ട്, പിറ്റേ ആഴ്ച അടുത്ത വ്യാഴാഴ്ച ഞങ്ങൾ ഇവിടുന്ന് അങ്ങ് വരും. അങ്ങനെ തീരുമാനിച്ച് മോളമ്മയും സണ്ണിക്കുട്ടിയും അപ്പച്ചനോടൊക്കെ സംസാരിച്ച് എല്ലാ കാര്യങ്ങളും തീരുമാനിച്ച് പിറ്റേ വ്യാഴാഴ്ച നാട്ടിലേക്ക് മടങ്ങുവാൻ വേണ്ടി തീരുമാനിച്ച് അവരുടെ വസ്ത്രങ്ങളും ഒക്കെയും പാക്ക് ചെയ്ത് കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് കൂട്ടി അവരവിടുന്ന് കുവൈറ്റിൽ നിന്നുള്ള പ്ലെയിനിന് നെടുമ്പാശ്ശേരിയിലേക്കാണ് വന്നത്. നെടുമ്പാശ്ശേരിയിൽ വന്നിറങ്ങിയപ്പോഴത്തേന് അപ്പച്ചൻ ഇവിടുന്ന് കാറുമായിട്ട് അങ്ങോട്ട് ചെന്നിരുന്നു.
ആ കാറിൽ അവർക്ക് മടങ്ങി പോരാൻ വേണ്ടി ആ കാറ് ചെന്നു. അങ്ങനെ അവർ അപ്പച്ചനെ കണ്ടു, വളരെ സന്തോഷമായി. വീടിൻ്റെ ചർച്ചയ്ക്കിടയിലും വീടിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചു. അവർക്ക് വളരെ സന്തോഷമായി. നല്ലൊരു വീടല്ല, കാരണം ഇതിനിടയ്ക്ക് അപ്പച്ചനെ അതിൻ്റെ ഫോട്ടോ അത് വീഡിയോയിൽ കൂടെയൊക്കെ എടുത്ത് അവരെ കാണിച്ചിരുന്നു. അപ്പോൾ അവർക്ക് അത് കണ്ടപ്പോൾ തന്നെ അവർക്ക് വളരെ സന്തോഷമായി. തങ്ങളുടെ മനസ്സിൽ ആഗ്രഹിച്ച ഈ ഒരു വീടിലാണ് പണിതേക്കുന്നുള്ളത്. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ അങ്ങനെ സംസാരിച്ചുകൊണ്ട് അവർ കാറിൽ സഞ്ചരിച്ച് അവർ ആലപ്പുഴ വഴിയാണ് വരുന്നത്. ചേർത്തല ഭാഗം എടുക്കാറായപ്പോഴത്തേന് പെട്ടെന്ന് ഈ സണ്ണിക്കുട്ടിക്ക് നെഞ്ചിനകത്ത് ഒരു വേദന പോലെ തോന്നി. പെട്ടെന്ന് വണ്ടി നിർത്തുവാൻ പറഞ്ഞു. വണ്ടി പെട്ടെന്ന് നിർത്തി. ഈ സണ്ണിക്കുടെ നെഞ്ച് വേദന പെട്ടെന്ന് അവിടെ കൂടി വന്നു. പെട്ടെന്ന് സണ്ണിക്കുടെ ബോധം അവിടെ നഷ്ടപ്പെട്ടു. മോളമ്മ ആകപ്പാടെ വിഷമിച്ചു. എന്ത് ചെയ്യും, എന്താണ് സംഭവിച്ചത്? നാളെ വൈകിട്ടാണ് വീട്ടിലെ പാല് കാച്ചൽ കർമ്മം അതിന് തീരുമാനിച്ചിരിക്കുന്നതിന് എല്ലാവരും ക്ഷണിച്ചു, വിളിച്ചു, എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചിരിക്കുകയല്ല. മോളമ്മ പൊട്ടിക്കരഞ്ഞു. എന്ത് ചെയ്യും, സണ്ണിച്ചാൻ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? പെട്ടെന്ന് തന്നെ തിരിച്ച് അവർ അവിടെ അടുത്തുള്ളൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഹോസ്പിറ്റലിൽ ചെന്ന് പെട്ടെന്ന് അവർ തന്നെ ആശുപത്രിയിലുള്ളവർ പെട്ടെന്ന് സണ്ണിക്കുട്ടി ICUയിലേക്ക് മാറ്റി. എന്നാൽ ചില നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ മോളമ്മയെ ഞെട്ടിച്ച ആ വാർത്ത വന്നത്, സണ്ണിക്കുട്ടി ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു പോയി. സണ്ണിക്കുട്ടിയുടെ ജീവൻ അവിടെ നഷ്ടപ്പെട്ടു പോയി. നോക്കിക്കേ, എന്തോ ഒരു ഭയങ്കരമാണ്. വീട്ടിൽ പോയി കഷ്ടപ്പെട്ട് പണമുണ്ടാക്കി ആ പണം കൊടുത്ത് വീട് പണിത് ആ വീട്ടിൽ താമസിക്കുവാൻ വേണ്ടി ഭാര്യയെയും മക്കളെയും കൂട്ടി നാട്ടിലേക്ക് മടങ്ങി വന്ന സണ്ണിക്കുട്ടി ആ വീട്ടിലെത്താതെ വണ്ണം ഈ ലോകത്തിൽ നിന്ന് യാത്രയായി. ഇതാരുടെ വിധിയാണ്? ഇതാരാണ് ഈ വിധി ഉണ്ടാക്കിയത്? ഇതാരുടെ ശാപമാണ് ഇങ്ങനെ വരുവാൻ കാരണം? സ്വന്തം വീട്ടിൽ വരും കാലം സ്വന്തം വീട്ടിൽ സന്തോഷമായിട്ട് താൻ ഉണ്ടാക്കിയ പണത്തിൻ്റെ ആ സമ്പാദ്യത്തിൻ്റെ ആ സന്തോഷത്തിൽ കഴിയുവാൻ തക്കവണ്ണം ആഗ്രഹിച്ച സണ്ണിക്കുട്ടിയുടെ ആ ആഗ്രഹം നടക്കാതെ പോയ ആ ഒരു നോക്കിയേ അവസ്ഥ എന്തൊരു ഭയങ്കരമാണ്. അപ്പം വിധിയെ തടയുവാൻ നമ്മളെക്കൊണ്ട് സാധിക്കത്തില്ല. എങ്ങനെ വന്നു ഈ വിധി? എങ്ങനെയുണ്ടായി ഈ വിധി? ഞാൻ ചിന്തിക്കുന്നില്ല. സ്വന്തം വീട്ടിൽ താമസിക്കുവാൻ പോലും ചിലപ്പോൾ നമ്മളെക്കൊണ്ട് സാധിച്ചില്ലെന്ന് വരും. അതാണ് ലോകമെന്ന് പറയുന്നത്. അതാണ് കാലമെന്ന് പറയുന്നത്.